നമസ്കാരം, നിസ്സാമാണ് ആൻഡ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് വരുന്ന ആർട്ടിക്കിളിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. സോ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നത്. സോ ആർട്ടിക്കിൾസ് നമുക്കറിയാം, എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട് അല്ലേ. ഇതിനെ മൂന്നിനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ആൻ ആണ്. ഇതിൻ്റെ അർത്ഥം ആക്ച്വലി ഒന്ന് എന്നാണ്. അതായത് നമ്മൾ പറയുന്ന നൗണ് അതിൻ്റെ എണ്ണം ഒന്നായിരിക്കണം. അപ്പോൾ സിംഗുലർ ആയിരിക്കുമ്പോഴാണ്, സിംഗുലർ കൗണ്ടബിൾ നൗൺ ആയിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, എ അല്ലെങ്കിൽ ആന് കൊടുക്കുന്നത്. ഇനി എയും ആനും ഏതിനൊക്കെ കൊടുക്കാമെന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട, സ്ഥിരമായിട്ട് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിൽ വരുന്നത് എ കൊടുക്കുമോ ആൻ കൊടുക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, എ ഇ ഐ ഒ യു, അതൊക്കെ എന്താ, വവൽ ലെറ്റേഴ്സ് ആണ്. ഇവ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിക്കിൾ ആന് കൊടുക്കണം എന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല സംഗതി. വവൽ വരണം, പക്ഷെ വവൽ ലെറ്റേഴ്സ് അല്ല, വവൽ സൗണ്ട്സ് ആണ് വരേണ്ടത്. ഇങ്ങനെയുള്ള വവൽ സൗണ്ട്സിലാണ് നമ്മുടെ നൗണ്, സിംഗുലർ കൗണ്ടബിൾ നൗണ് തുടങ്ങുകയാണെങ്കിൽ അവിടെ ആന കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ വവൽ സൗണ്ട്സ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നോക്കണം നിങ്ങൾ, ആ ഇ ഈ ഉ ഊ എ ഒ ഓ. ഇനി ഐ എന്ന് പറഞ്ഞ സാധനമാണ്. ഇംഗ്ലീഷിൽ ഐ ഇല്ല. ഈ ഐക്ക് പകരം എന്താ ആക്ച്വലി ശരിക്കുന്നത്, ആയി എന്നാണ് കേട്ടോ, ആയി. അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. അപ്പോൾ ഈ സൗണ്ടുകൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. അ ഇ ഉ എ ഒ. ഈ സൗണ്ടുകളിലാണ് നമ്മുടെ വാക്ക് തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ആന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആർട്ടിക്കിൾ എ കൊടുക്കുക. ദെൻ ആർട്ടിക്കിൾ ദായുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും അതിനെ എടുത്തു പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ ദാ കൊടുക്കും. ഒരു സാധനം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ എ കൊടുക്കും, അല്ലെങ്കിൽ ആന് കൊടുക്കും. വീണ്ടും അതിനെ എടുത്തു പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ ദാ കൊടുക്കും. ദെൻ നമ്മൾ പറയുന്ന നൗണിനെ കുറിച്ചിട്ട് എന്തെങ്കിലും, ആ നൗണിന് ശേഷം എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, ഇത് ഇന്ന വീട്ടിലെ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ആർട്ടിക്കിൾ കൊടുക്കണം. ദെൻ കുറച്ച് സ്പെഷ്യൽ കേസസ്, ലൈക്ക് നമ്മൾ റിവറിൻ്റെ പേര്, നമ്മൾ മൗണ്ടൻ റേഞ്ചസിൻ്റെ പേര്, ഇങ്ങനെയുള്ള കുറച്ച് കേസിലുമാണ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, ഞാൻ തരാൻ പോകുന്ന. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കണം നിങ്ങൾ, ദ ക്രിമിനൽ വാസ് സപ്പോസ് ടു ബി ഡാഷ് യൂറോപ്യൻ വിയറിംഗ് ഡാഷ് യെല്ലോ ടീഷർട്ട്. ഇവിടെ വളരെ ഈസിയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറയുന്നത് യൂറോപ്യൻ എന്നുള്ളതാണ്. യൂറോപ്യൻ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എ ഇ ഐ ഒ യു ആണെങ്കിൽ നമ്മളിവിടെ എന്ത് കൊടുക്കണം, ആന് കൊടുക്കണം. എന്നാൽ ഇവിടെ എന്താണ് ആക്ച്വലി, യു എന്നാണ്, യൂറോപ്യൻ. ഈ യാ സൗണ്ട് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആ കണ്ടു, ഈ കണ്ടു, ഉ ഓ എ ഈ സൗണ്ടുകളെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവയാണ് വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞത്. എന്നാൽ യൂറോപ്യൻ്റെ യാ നമ്മൾ കണ്ടിട്ടില്ല. യാ ഒരു കോൺസണന്റ് സൗണ്ടാണ്. സോ നമ്മളിവിടെ ആർട്ടിക്കിൾ എ കൊടുക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം കുറേ വാക്കുകളിൽ യാല് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ യാല് തുടങ്ങുകയാണെങ്കിൽ, ആ സൗണ്ട് തുടങ്ങുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക, അത് കോൺസണൻ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ എ ആണ് അതിൻ്റെ കൂടെ വരിക. ദെൻ അടുത്തത് യെല്ലോ. യെല്ലോ എന്ന് പറയുമ്പോൾ യെല്ലോ എന്നാണ്, എ സൗണ്ടാണോ അതോ യാ സൗണ്ടാണോ? മക്കളെ, നിങ്ങളൊരു കാര്യം കൂടെ അറിഞ്ഞു വെച്ചാൽ മതി. ഈ വൈയിൽ തുടങ്ങുന്ന വാക്കുകളുണ്ടല്ലോ, വൈ ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുമ്പം അതിൽ ആദ്യത്തെ സൗണ്ട് യാ ആയിരിക്കും. യെല്ലോ യാ സൗണ്ടിലാണ്. ഏണിങ്, ഇയറൊക്കെ എന്താണ്, ഇയർ അല്ല ഇയർ എന്നാണ്. അത് നമുക്ക് പറയാം, ആ ചോദ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വൈയിൽ തുടങ്ങുന്ന വാക്കുകളൊക്കെ യാൽ ഉച്ചരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വീണ്ടും അവിടെ എന്താണ്, എ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ യാ എന്ന് പറയുന്ന സൗണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത്, ദീപക് എൻറോൾഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. ചെന്നൈയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൻ എൻറോൾ ചെയ്തു. യൂണിവേഴ്സിറ്റി, വീണ്ടും യാ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, എ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വാക്ക് പഠിച്ചു വെക്കുക, യൂറോപ്യൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചു വെക്കുക. അടുത്തത്, ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് യുനാനിമസ് ഡിസിഷൻ. യുനാനിമസ് യാ സൗണ്ടാണ് അല്ലേ. യെസ്, ദ
റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ എ യുനാനിമസ് ഡിസിഷൻ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും. അടുത്തത് ഇയർ ആണ് മക്കളെ. ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾ പറഞ്ഞു വരുമ്പോൾ അത് ഇയർ ആയി മാറും. ആക്ച്വലി ഇയർ എന്ന് പറഞ്ഞാൽ ചെവിയാണ്. ഇയർ എന്ന് പറഞ്ഞാൽ ചെവിയാണ്. ബട്ട് ആക്ച്വലി ഇൻഫാക്റ്റ് ഇതിൻ്റെ ഉച്ചാരണം ഇയർ എന്നാണ്. യാ യാ യ ഇയർ. ഇയർ എന്നാകുമ്പം ആഫ്റ്റർ ആൻ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിക്ക് ശേഷം എന്നാ. ഇവിടെ എന്താണ് ആഫ്റ്റർ എ ഇയർ, ഇയർ എന്നാണ് വേണ്ടത്. ഒരു വർഷത്തിന് ശേഷം ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ എ കൊടുക്കും. അപ്പോൾ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി യുനാനിമസ് ഇയർ, അത് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം നോക്കണമെങ്കിൽ നിങ്ങൾ ഐ സോ വൺ ഐഡ് പേഴ്സൺ, വൺ ഐഡ്, വൺ ലെഗ്ഡ്, വൺ റുപ്പി കോയിൻ എന്നൊക്കെ നമ്മൾ കാണും. ഈ വൺ ഓ ലെറ്റർ നമുക്കറിയാം വവൽ ലെറ്റർ ആണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉച്ചരിക്കുക? വൺ എന്നാണ്. വാ സൗണ്ട് ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. വാ സൗണ്ട് ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് ഐ സോ എ വൺ ഐഡ് ബെഗർ, എ വൺ റുപ്പി കോയിൻ, എ വൺ ലെഗ്ഡ് പേഴ്സൺ, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ എ കൊടുക്കാൻ നോക്കട്ടോ. യെസ്. ഇനി അടുത്തത് ഓണസ്റ്റ് മാൻ ഈസ് ദി നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ്. യെസ്, എച്ചിലാണ് തുടങ്ങുന്നത്. എച്ചിൽ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? കോൺസണൻറ്റ് ലെറ്ററാണ് എച്ച്. ബട്ട് ഇതിനെ നമ്മൾ ഹോണസ്റ്റ് എന്നാണോ പറയുക? അല്ല, ഇതിനെ നമ്മൾ ഓണസ്റ്റ് എന്നാണ് വിളിക്കുക. അതായത് ഇവിടുത്തെ എച്ച് നമ്മൾ ഉച്ചരിക്കൂല. ഇതൊരു സൈലൻ്റ് എച്ച് വേർഡാണ്. എച്ച് സൈലൻ്റ് ആയിരിക്കും. എച്ച് സൈലൻ്റ് ആകുമ്പം ഹോണസ്റ്റ് എന്ന് പറയില്ല. തൊട്ടപ്പുറത്തിട്ടുള്ള വവൽ സൗണ്ടിലാണ് തുടങ്ങുക, ഓണസ്റ്റ്. അപ്പോൾ ഓലാ തുടങ്ങുന്നത് മക്കളെ. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? ഓണസ്റ്റ് എന്നാ. അപ്പോൾ തൊട്ടപ്പുറത്തിട്ടുള്ള ഓല് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ആൻ ഓണസ്റ്റ് മാൻ. ഇപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് സൈലൻ്റ് എച്ച് വേർഡ്സ് ഉണ്ട്. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേട്ടറ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. യെസ്, ഏപ്രിൽ 1 നമ്മൾ ആരംഭിക്കുന്നത്. കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് 3 ഇംഗ്ലീഷും മാത്സും ആണ് നമ്മൾ ആരംഭിക്കുന്നത്. കുറഞ്ഞ ഫീസുകൾ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ലൈവ് എല്ലാ ദിവസവും ലൈവുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നിങ്ങളുടെ കൂടെ കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് നേടിത്തരാൻ നമ്മുടെ സൈലം ടീച്ചിങ് എക്സാംസ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. കേട്ടൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം വരുന്ന LP UP ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് കേട്ടറ്റ് നേടിയിട്ട് അടുത്ത LP UPയിലേക്കും കൂടെ യെസ് നമ്മുടെ സൈലം PSC LP UPയുടെ ബാച്ചും കൂടെ ആരംഭിക്കുന്നുണ്ട്. സോ അടുത്ത LP UP നിങ്ങളുടേതാകും. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? കേട്ടിട്ട് നേടിയെടുക്കാം. ജോയിൻ ചെയ്തോളൂ. ക്ലാസ്സുകളിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ബാക്ക് ടു അവർ സൈലൻ്റ് എച്ച് വേർഡ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് ഇവിടെ കൊടുത്തത്, എയർ. എയർ എന്ന് പറഞ്ഞാൽ അവകാശി എന്നാണ്. എയർ എന്ന് പറഞ്ഞാൽ അവകാശി. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഹെയർ. ഹെയർ എന്ന് പറഞ്ഞാൽ മുടിയ. ഇത് ഹെയർ അല്ല, ഇത് എയർ. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കും? ആൻ എയർ ടു ക്യാരി ഓൺ ദ ഫാമിലി നെയിം. അപ്പോൾ ഈ എയർ എന്ന് പറയുന്ന സാധനം വേറൊരു രീതിയിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട്. കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് പരീക്ഷയിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക ഇതിൻ്റെ മീനിങ്. അവകാശി. ദെൻ വേറൊരു ഹെയർ ഉണ്ട്, HARE, മുടിയല്ല. ഇതിന് നമ്മൾ കാട്ടുമുയലുണ്ടല്ലോ, നമ്മൾ റാബിറ്റ് ഉണ്ടല്ലോ, അതാണ് ഹെയർ എന്ന് വിളിക്കുന്നത്. ദെൻ ഹയർ എന്നുണ്ട്, നമ്മൾ ഒരാളെ ജോലിക്ക് എടുക്കുക, ടു എംപ്ലോയ് സംവൺ. സോ അതിനെയാണ് നമ്മൾ ഹയർ എന്ന് വിളിക്കുന്നത്. സോ നിങ്ങൾ ഈ വാക്കുകളൊന്ന് പഠിച്ചു വെക്കുക, ഇതിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക. പണ്ട് കേട്ടിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈലൻ്റ് എച്ച് വേർഡാണ് ദേ ടോക്ട് ഫോർ ഡാഷ് അവർ അബൌട്ട് എ വണ്ടർഫുൾ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ആൻ അവർ. ഹവർ അല്ല, അവർ എന്നാ പറയുക, ആൻ അവർ കേട്ടോ. സോ അത് ഓർത്തിരിക്കുക. അടുത്ത നോക്കണം നിങ്ങൾ, അബ്രിവിയേഷൻ ആണ്. MBA, SI of police, FIR, LD clerk. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ലെറ്റേഴ്സ് ആണല്ലേ. ലെറ്റേഴ്സ് ആകുമ്പോൾ കോൺസണന്റ് ലെറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? AMBA എന്ന് കൊടുക്കും. ബട്ട്
നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആർട്ടിക്കിൾസ് എ അല്ലെങ്കിൽ ആന് കൊടുക്കുന്നത് നമ്മൾ ലെറ്ററും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ അതിനെ ഉച്ചരിക്കുന്നത്? പ്രൊനൗൺസിയേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എം എന്നെങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കുക? എം. അപ്പോൾ ആദ്യത്തെ സൗണ്ട് ഏതാ? എ സൗണ്ടാ, എ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ആൻ MBA ഗ്രാജുവേറ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എ മുതൽ Z വരെ, എ മുതൽ Z വരെയുള്ള സാധനങ്ങൾ നിങ്ങൾ എഴുതി നോക്കുക. ABCD, അതിൽ FL M N ഒക്കെ ഏലാ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നിൽ NN NM NL NS NA. സോ അത് ഓർത്തിരിക്കട്ടോ. അപ്പോൾ എ മുതൽ Z വരെയുള്ള സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് എഴുതിയിട്ട് അതിൻ്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ വരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഈസിയാണ്. ഈ അബ്രീവിയേഷൻസ്, ആക്രണിംസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് ഓക്കെ. അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രൊനൗൺസിയേഷൻ ആണ് നോക്കുക എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം. I bought ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ടാണ് ഒരു സിംഗുലർ നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ എന്ത് ചെയ്യും? ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് കൊടുക്കും. ഇവിടെ പെൻ ആയതുകൊണ്ട് ഞാൻ I bought a pen. വീണ്ടും ആ പെന്നിനെ കുറിച്ചിട്ട് എടുത്തു പറയാണ്. അപ്പോൾ കൃത്യമായിട്ട് എനിക്കറിയാം ഏത് പെന്നിനെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ ഇന്നലെ മേടിച്ചിട്ട പേനിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു സാധനത്തിനെ എടുത്തു പറയുകയാണെങ്കിൽ ദ പെൻ റൈറ്റ്സ് വെൽ. I bought a pen, the pen writes well. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? ദ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഒരു നൗണിനെ, അത് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, അതിനെ നമ്മൾ വീണ്ടും എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ദ കൊടുക്കും കേട്ടോ. ഇനി അടുത്ത നോക്കണം നിങ്ങൾ. തിരുനെല്ലി ടെമ്പിൾ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ. ഇത് ആ സ്പെഷ്യൽ കേസിൽ വരുന്നൊരു സാധനം. ഇതാണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിൽ സ്ഥിരമായിട്ട് വരുന്നതാണ്. റിവറിൻ്റെ പേരിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ ദ കൊടുക്കണം. അപ്പോൾ നമ്മൾ കബനി റിവർ. ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. ഇത് റീസെൻ്റായിട്ട് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള കേട്ടറ്റിന് വന്നതാണ്. മെഗ പ്ലേസ് വയലിൻ ആൻഡ് വാണ്ട്സ് ടു ബിക്കം ആൻ എൻജിനീയർ. അത് നമുക്കറിയാം എൻജിനീയർ ആണ് എന്നുള്ളത്. ഇനി വയലിൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുന്നിൽ എന്ത് കൊടുക്കും? ഇവിടെ വയലിൻ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ കൊടുത്ത വേർബ് എന്താണ്? പ്ലേസ്. അല്ലെങ്കിൽ നിങ്ങൾ കാണാണ് ലേൺ എന്ന് പറയുന്ന വേർബ്, അല്ലെങ്കിൽ ലിസൺ എന്ന് പറയുന്ന വേർബ്. ലിസൺ അല്ല, സോറി, ലേണ്, പ്ലേ തുടങ്ങിയിട്ടുള്ള വേർബുകൾ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുന്നിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ അതിനൊരു വസ്തുവായിട്ടല്ല കാണുന്നത്. ദ പേഴ്സൺ ഹാസ് ദി അബിലിറ്റി ടു യൂസ് ദാറ്റ് തിങ്. ആ വസ്തു ഉപയോഗിക്കാനുള്ള അബിലിറ്റി ആർക്കുണ്ട് എന്നാണ് പറയുന്നത്? നമ്മുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുന്നിൽ നമ്മൾ ദാ കൊടുക്കും. സാഹചര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് അബിലിറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ ആ ഒരു വസ്തുവായിട്ടല്ല. എൻ്റെ കയ്യിലുള്ള വയലിൻ ഭയങ്കര കോസ്റ്റ്ലിയാണ് അല്ലെങ്കിൽ എക്സ്പെൻസീവാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ അവിടെ വസ്തുവാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ എനിക്ക് വയലിൻ വായിക്കാൻ അറിയുമെന്ന് പറഞ്ഞാൽ മൈ അബിലിറ്റി ടു പ്ലേ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ? അപ്പോൾ അവിടെ ആ സാഹചര്യത്തിലാണ് നമ്മൾ ദാ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള സാധനങ്ങൾ നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട്, ആർട്ടിക്കിളിൻ്റെ ഭാഗങ്ങൾ. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തത്. നമ്മുടെ ബാച്ചിൽ April 1 ആരംഭിക്കുകയാണ്. ഇനി കുറഞ്ഞ സമയം കൂടെ ഉള്ളൂ. പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ച് തുടങ്ങാം. സോ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത തവണ നിങ്ങൾ കേട്ടിട്ട് ഇതാണെങ്കിൽ സൈലത്തിലൂടെ തന്നെ നിങ്ങൾ നേടിയെടുക്കാൻ പറ്റും. സോ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.